ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. പപ്പന് 1 വയസ്സായി. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാൽ എനിക്കെന്തോ ഞാൻ ഇമോഷണലി ഭയങ്കര 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 ഒരു ഇതിലിരിക്കും. ബാക്കി എല്ലാം ഓക്കെയാണ്. പിന്നെ അപ്പുവായിട്ട് ഇല്ലാത്തൊരു ഒരു ഒരു വലിയൊരു വിഷമമുണ്ട്. 7 മാസം വരെ അപ്പുവായിട്ട് ഉണ്ടായിരുന്നു, എന്നിട്ടില്ലേ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് എനിക്കും അപ്പുവായിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ രാവിലെ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്ന് ഇനി ഉച്ചത്തേക്ക് സദ്യ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് സന്ധ്യയ്ക്കാണ് പരിപാടികൾ. സന്ധ്യ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 6 മണി 7 മണി സമയത്തൊക്കെയാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും. അപ്പോഴേ എല്ലാം കേക്ക് കൊണ്ടുവരുള്ളൂ. പിന്നെന്താ, ഇപ്പോൾ ചേച്ചി എല്ലാവരും ഉണ്ട്. ഇനിയിപ്പം ഡെക്കറേറ്റ് ചെയ്യാൻ ആൾ വരും. ഡെക്കറേറ്റ് ചെയ്യാൻ വരുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവ ഇപ്പോൾ 9 മണിയാകുമ്പോൾ അവൻ വരും. ഇനി എനിക്ക് കാപ്പി കുടിക്കണം, പാപ്പുനൊന്ന് ഉറക്കണം, പാപ്പുനെ ഒന്ന് സെറ്റ് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഡ്രസ്സൊക്കെ തയ്ച്ചുകൊണ്ട് വന്നാൽ അതൊക്കെ ഇനി അയൺ ചെയ്യണം. പാപ്പുവിൻ്റെ ഇതൊക്കെ നല്ലപോലെ ചുളുങ്ങിയിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കണം. പിന്നെ അല്ലാതെ അല്ലറ ചില്ലറ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. നല്ല ഇഡ്ഡലി സാമ്പാർ. കാപ്പിയെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് കലവറയിലേക്കാണ്. എന്തിനാണ്? പായസം വയ്ക്കാൻ. അതും നമ്മളെ വയ്ക്കുന്നത് മാമി വയ്ക്കുന്നു, നമ്മൾ സഹായിക്കുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും മണിക്കുട്ടി, ഞാൻ എവിടെ പോലും മണിക്കുട്ടി കൂടെ കാണും. അങ്ങനെ പിന്നെ അമ്മ മുകളിൽ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കറികളൊക്കെ അമ്മ വയ്ക്കുന്നു. അങ്ങനെ താഴെ മാമി ചോറും വെച്ച് പായസവും വയ്ക്കുന്നുണ്ട്. അപ്പം ഈ നട്ടപ്പൊരു വെയിലത്തിരുന്ന് ഇളക്കാനുള്ള പാട് കാരണമാണ് ഞാൻ മണിക്കുട്ടി ഹെൽപ്പിന് പോയത്. ഇതാകുമ്പോഴത്തേക്ക് മാറി മാറി ഇളക്കാമല്ലോ. അങ്ങനെ പിന്നെ ഇളക്കി ഇനി മാറി മാറി ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര വെയിലായിട്ട് കുടയൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇളക്കിയതിന് ശേഷം അപ്പോഴത്തേക്കും കിട്ടു ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വന്ന് അപ്പുവൊക്കെ എത്തി കേട്ടോ. അപ്പുവൊക്കെ വന്നിട്ടും പിന്നെ അവന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എന്താ കിട്ടു സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വർക്ക് തുടങ്ങി. ഇനി പാപ്പുവിന് സദ്യ കൊടുക്കണം, അതാണ് മെയിൻ പരിപാടി. അങ്ങനെ പാപ്പുവിന് സദ്യ കൊടുക്കാനുള്ള ഇലയൊക്കെ വിളമ്പി. അങ്ങനെ കുഞ്ഞിച്ചക്കന് കുഞ്ഞി മുണ്ടൊക്കെ കൊടുത്ത് ഇലയ്ക്കിട്ട് സദ്യയൊക്കെ കൊടുത്ത് ഒരൊറ്റ വായ സ്വന്തമായിട്ട് കഴിച്ചോളൂ കേട്ടോ. പിന്നെ അത് സ്വന്തമായിട്ടില്ല, ഞാൻ പറഞ്ഞ് വാക്യത്ത് വെച്ച് കൊടുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം അടിച്ച് തകർത്ത് പപ്പടമൊക്കെ പൊട്ടിച്ച് ആ പായിലൊക്കെ ഇട്ട് ബഹളമായിരുന്നു, വിഷയമായിരുന്നു ഇവിടെ. പിന്നെ ഞാൻ അതിൽ നിന്ന് ഓരോ ഉരുള വെച്ച് എല്ലാ മക്കൾക്കും കൊടുത്ത് അവനും കൊടുത്ത് എന്നിട്ട് അവനെ കിടത്തിയങ്ങ് ഉറക്കി കേട്ടോ. അതിന് ശേഷമാണ് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാനിരുന്നത്. മണിക്കുട്ടി, മോളുട്ടി, ദേവൂട്ടി, പാറൂസ് ഇവരൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ. അതിനൊക്കെ ശേഷമാണ് ഞാൻ കഴിക്കാനായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കിട്ടു ഉണ്ണി അപ്പോൾ കയറി വന്ന് പിന്നെ അവരൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ കിട്ടുവിന് കുറച്ച് നേരം കമ്പനി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഈ സമയത്ത് ഉണ്ണിയും അപ്പുവൊക്കെ ഓരോ പരിപാടിക്ക് ഓടി നടക്കുവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും മുകളിലോട്ട് കയറി വീണ്ടും അടുത്ത സെറ്റ് കുക്കിംഗ് തുടങ്ങുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യണമല്ലോ. അങ്ങനെ ഞാനും ചേച്ചി വല്യമ്മയൊക്കെ റൈസിന് വേണ്ടിയിട്ടുള്ള ബീൻസും ക്യാരറ്റും ഒക്കെ അരിയാനായിട്ട് കയറി. അപ്പുറത്തെ സൈഡിൽ അമ്മമാരൊക്കെ ഈ സവോളയും ചിക്കന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും എൻ്റെ ചേച്ചിമാരാണ് കേട്ടോ. ഇത് എൻ്റെ വല്യമ്മയും, ഈ വല്യമ്മയുടെ മോളാണ് ആദ്യം കണ്ട ആ ചേച്ചി. ഇത് ചേട്ടൻ്റെ ഭാര്യയാണ്. ഇനി ഒരാളുണ്ട്, ആ ചേച്ചി താഴെ പോയിരിക്കുകയാണ് കേട്ടോ. ശരിക്കും എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ. ഈ സമയത്ത് ഒരു വലിയ മഴ പെയ്ത് ആ മഴയത്ത് ഞാൻ ടെൻഷനായിപ്പോയി. ഇനി ആൾക്കാർ വരാൻ പറ്റുന്നുള്ള ടെൻഷനായിപ്പോയി. അപ്പോൾ വീഡിയോ ആയിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഉള്ളൂ. നമ്മുടെ തീം എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളറായിരുന്നു. നിനക്കായി സ്നേഹത്തിൻ മൗനജാലകം തുറന്നു ഞാൻ. നിറങ്ങൾ നീരാടും കനവായിരം നെയ്തു ഞാൻ. നെഞ്ചിലെ പൂമണിക്കൂട്ടിൽ നന്ദുണി. ബാക്കിയൊക്കെ ഫോട്ടോസാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ റിലേറ്റീവ്സും അടുത്ത സുഹൃത്തുക്കളുമാണ്. ശരിക്കും ഞാൻ ഇങ്ങനെ നല്ല പ്രതീക്ഷിച്ചിരുന്നത് ഇതൊരു ഫുൾ ലോങ് വീഡിയോ ആയിട്ട് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് മഴയിൽ ഞാൻ എല്ലാം വിട്ടുപോയി. അതുപോലെ ഒരാളെ പറഞ്ഞേൽപ്പിക്കാനും മറന്നുപോയി ഒരു വീഡിയോ എടുത്ത് തരണേന്ന്. ആ സമയത്ത് വെപ്രാളത്തിൽ ഞാൻ എനിക്കറിയത്തില്ല. പിന്നെ ദേവ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദേവ് വീഡിയോ എടുക്കുമായിരിക്കും, അപ്പോൾ അവളെ നിന്ന് കുറച്ച് ബൈറ്റ്സ് മേടിക്കാമെന്ന്. പക്ഷെ അവൾക്കും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മൊത്തത്തിൽ വീഡിയോയുടെ കാര്യത്തിൽ ഇച്ചിരി ഇതുണ്ടല്ലോ. പിന്നെ
ഫോട്ടോ അമൽ എടുത്തതുകൊണ്ട് എൻ്റെ കസിനാണ് ഫോട്ടോ എടുത്തത്. അപ്പോൾ അവൻ എടുത്തതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് പിക്ചേഴ്സ് കിട്ടി. അപ്പുവേട്ട ഇല്ല എന്നുള്ളൊരു വലിയ കുറവ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. ഇത്രയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇത്രയും പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതും അല്ല. അതിന് എൻ്റെ കൂടെ നിന്ന എൻ്റെ കുടുംബക്കാർക്ക്, എൻ്റെ കസിൻസിന് എല്ലാവർക്കും നന്ദി. എസ്പെഷ്യലി കിട്ടുവിന്, കസിൻസിന്, എൻ്റെ ബ്രദറിന് എല്ലാവർക്കും നന്ദി. എൻ്റെ കൂടെ നിന്നതിന്, വിളിച്ചിട്ട് വന്നവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.